ഈ കാണുന്നത് കൊല്ലം ബീച്ച്. എല്ലാ വൈകുന്നേരങ്ങളിലും നല്ല തിരക്കാണ് ബീച്ചിൽ. കുടുംബമായി എത്തുന്നവരാണ് വൈകുന്നേരങ്ങളിൽ ഏറെയും. പറഞ്ഞു വരുന്നത് ബീച്ചിനെ കുറിച്ചല്ല, ബീച്ചിന് എതിർവശത്തുള്ള കുട്ടികളുടെ പാർക്കിനെ കുറിച്ചാണ്. ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ. കോർപ്പറേഷന്റെ അധികാരപരിധിയിലാണ് MG പാർക്ക്. രാഷ്ട്രപിതാവിൻ്റെ പൂർണ്ണകായ പ്രതിമ പോലും തകർച്ചയുടെ വക്കിലാണിവിടെ. മറ്റ് വിനോദ ഉപകരണങ്ങളെല്ലാം കാടുകയറിയും ദ്രവിച്ചും നശിച്ചു. കുട്ടികളുടെ ഇഷ്ട വിനോദ കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു കുറച്ചുനാൾ മുമ്പ് വരെ പട്ടണ നടുക്കുള്ള ഈ പാർക്ക്. എന്നാൽ അധികാരസ്ഥാനത്ത് അമർന്നിരിക്കുന്നവരുടെ വിവരദോഷം ഒന്നുകൊണ്ട് മാത്രമാണ് പാർക്ക് കാട് കയറുന്നത്. ബീച്ചിലെത്തുന്നവർ കുട്ടികളെയും കൂട്ടി പാർക്കിന്റെ ഗേറ്റിലെത്തും. അവിടെ അവരെ സ്വീകരിക്കുന്നതാകട്ടെ ഈ ദ്രവിച്ച പൂട്ടും ചങ്ങലയും. പലർക്കും പരാതി പറയണമെന്നുണ്ട്, പക്ഷേ ഭരിക്കുന്നവരെ ഭയന്ന് ആരും ഒന്നും മിണ്ടുന്നില്ല. ഇതൊക്കെ എന്നു ശരിയാകുമെന്ന കോർപ്പറേഷനിൽ തിരക്കിയാൽ ഉത്തരം മുട്ടിച്ചു കളയും അവിടെയുള്ള പഹയന്മാർ. കരാറുകാരനും കോർപ്പറേഷനും തമ്മിലുള്ള വാടക തർക്കമാണ് പാർക്കിന്റെ ദുരവസ്ഥയ്ക്ക് ഒന്നാമത്തെ കാരണമെന്ന് ചിലർ പറഞ്ഞൊഴിയും. ചുമ്മാ തുറന്നിട്ട് 2 രൂപ നിരക്കിൽ ടിക്കറ്റ് വിറ്റാൽ പോലും കോർപ്പറേഷന് ദിവസേന ലക്ഷത്തിലധികം വരുമാനം ലഭിക്കും. അപ്പോഴാണ് ഈ ദുരവസ്ഥ. അല്ല, ഇനി ഏതെങ്കിലും കരാറുകാരൻ വന്ന് ആവശ്യത്തിന് പണം അധികാരികളുടെ പോക്കറ്റിൽ തിരുകിയാലേ പാർക്കിന്റെ പൂട്ടു തുറക്കൂ എന്ന പിടിവാശിയിലാണോ കോർപ്പറേഷൻ എന്ന് ചോദിച്ചാൽ അതേയെന്ന് തുറന്ന് സമ്മതിക്കാൻ പ്രതിപക്ഷത്തിന് അത്ര ഉശിരുമില്ല. ഇതൊക്കെ ആര് കാണാൻ, ആരു കേൾക്കാൻ? കയ്യൂക്കുള്ളവൻ എന്തും കാണിക്കും. കൊല്ലം ബീച്ചിലെത്തുന്നവർക്ക് കുട്ടികളെയും കൊണ്ട് ചെന്ന് കയറാൻ നല്ലൊരു പാർക്കോ അക്വേറിയമോ ഇല്ലാത്തത് ആരുടെ കുറ്റം കൊണ്ടാണെന്ന് അധികാരികളെ ആരാണ് പറഞ്ഞു പഠിപ്പിക്കുക? വിസ്മയ ന്യൂസ്, കൊല്ലം.